ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റായ ശ്രീ സുമിത് ജോർജ് കൂടി ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ സുമിത് ജോർജ്, ഇവിടെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് BJP സർക്കാരിന്റെ കീഴിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഇന്ന് ജാമ്യം ലഭിക്കുന്നതുവരെ അത്തരത്തിൽ ഇടതും വലതും ശ്രമിച്ചത് ഒരു രാഷ്ട്രീയ നാടകം കളിക്കുന്നത് തന്നെയായിരുന്നു ഈ വിഷയത്തിൽ. അതുകൊണ്ടാണല്ലോ അവർ BJP എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ വിവാദമാക്കാൻ ശ്രമിച്ചത്. കേന്ദ്രവും സംസ്ഥാനവും BJP ഭരിക്കുന്നത് കൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾക്ക് ഈ ദുർഗതി വന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു സമീപനമായിരുന്നില്ലേ? പക്ഷേ അവിടെ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും എന്തിന് ഈ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത് എന്നുള്ളത് നമ്മളിവിടെ സ്മരിക്കേണ്ടത് തന്നെയാണ്. കാരണം അവർ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്നുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും ഇടതും വലതും ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെ ഈ വിഷയത്തിൽ പഴിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യമായി ഈ വിഷയത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകൾ മോചിതരായുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കട്ടെ. പിന്നെ നമ്മുടെ കോൺഗ്രസിന്റെ വക്താവ് വളരെ ശക്തമായി ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം മാത്രമല്ല, ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ നേതാക്കളും ഈ കഴിഞ്ഞ 8-9 ദിവസമായി ഇവിടെ വളരെ ശക്തമായി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന സമര കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. തീർച്ചയായും അവരുടെ സതുദ്ദേശത്തെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു സംശയമുള്ളത്, ഇപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി അടക്കം, ഭൂപേഷ് ബാഗലടക്കം, അവരുടെ പ്രതിപക്ഷ നേതാവടക്കം വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. പക്ഷേ എനിക്ക് ആ പ്രതികരണം കേൾക്കുവാൻ സാധിച്ചില്ല. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോളാം. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇപ്പോൾ BJP എന്തോ ഈ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്താകമാനം ആക്രമിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു പിക്ചർ ഉണ്ടാക്കുവാൻ തുടങ്ങിയിട്ട് ഓരോ വിഷയങ്ങളും, രാജ്യത്താകമാനം ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ കാലങ്ങളായി ഉണ്ടാക്കാറുണ്ട്. അതിന്റെ ഭാഗമായി ഇത്തവണ കുറെ കൂടി ശക്തമായി ആ കാര്യങ്ങൾ ഇവർക്ക് ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ വലതുപക്ഷത്തിനും ഒരുമിച്ച് നിന്ന് കോലാഹലങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ സത്യസന്ധമായി പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് ഏകദേശം 11ഓളം സംസ്ഥാനങ്ങളിൽ ഈ നിരോധന നിയമം, അതായത് മതം മാറ്റ നിരോധന നിയമം ഈ രാജ്യത്ത് 11ഓളം സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുത്തവരാണ് കോൺഗ്രസ്. ഇവിടെ തന്നെ ഈ പറഞ്ഞ ഛത്തീസ്ഗഡിൽ 68 ഈ നിയമം കൊണ്ടുവന്ന ഇവരാണ്. അപ്പോൾ ഞങ്ങളവരെ കുറ്റം പറയുന്നില്ല. ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് കോൺഗ്രസ് അത് കൊണ്ടുവന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ആ സമൂഹം തന്നെയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുക. ആ സമൂഹത്തിന്റെ വികാരങ്ങളാണ് ഇപ്പോഴും അവിടെ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി. ശരി, ഇനി അതിനുശേഷം ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്തേക്ക് കടന്നു വന്നാൽ 2021 നമുക്കറിയാം, ഈ കഴിഞ്ഞ നമുക്ക് BJP അധികാരത്തിലിരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 5 വർഷക്കാലം അവിടെ അധികാരത്തിലിരുന്നത് കോൺഗ്രസ് സർക്കാരാണ്, ഭൂപേഷ് ബാഗലിന്റെ സർക്കാരാണ്. 2021 കൃത്യമായി നമുക്കറിയാം, അവിടെ 5 വൈദികരെ ഇത്തരത്തിൽ മതം മാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഹിന്ദു യുവാവിനോട് മതം മാറാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 5 വൈദികരെ അവര് അന്യായമായി, ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഇപ്പൊ 9 ദിവസം കൊണ്ട് ജാമ്യം കിട്ടിയപ്പോ 9 ദിവസം അവരെ കൽത്തുറുങ്കിൽ അടച്ചു എന്ന് വിലപിക്കുന്ന കോൺഗ്രസ്, അതായത് 11 മാസം കഴിഞ്ഞാണ് ഈ 5 വൈദികർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. അന്ന് ഈ കോൺഗ്രസിന്റെ ഇപ്പൊ ഈ ശക്തമായ ഈ സമരം ഉന്നയിക്കുന്ന, ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഈ കേരളത്തിലെയും ഈ രാജ്യത്തെയും നേതാക്കൾ ഒരിടത്തും ശബ്ദമുയർത്തിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബഹളമുണ്ടാക്കിയോ, ഛത്തീസ്ഗഡിൽ പോയി ബഹളമുണ്ടാക്കിയോ, കേരളത്തിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ സ്തംഭിച്ചുകൊണ്ടുള്ള സമരമൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഈ 2 നിലപാടെടുക്കുക? ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ, അവിടെ ബജ്രംഗകൾ വലിയ കുഴപ്പമുണ്ടാക്കി, അവിടുത്തെ സർക്കാർ വലിയ കുഴപ്പമുണ്ടാക്കി, അവിടുത്തെ BJP ആണ് കുഴപ്പമുണ്ടാക്കുന്നത്. ഇവിടെ വന്നിരുന്ന് പറയുന്നതല്ലാണ്ട് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി ഈ വിഷയം അവിടെ ഒരു പത്രസമ്മേളനം വിളിച്ച് പറയുവാനോ, അതല്ലെങ്കിൽ അവിടെ ഈ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ചെന്നപ്പോൾ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ നയിച്ചുകൊണ്ട് അവിടെ ഈ ഭൂപേഷ് ബാഗലിനെ അടക്കം നമ്മൾ കണ്ടില്ലല്ലോ? എന്തുകൊണ്ടാണ് അത് ഉണ്ടാകാതിരുന്നത്? അപ്പൊ അവർക്ക് ഈ 2 നിലപാട് എന്ന് പറയുന്നത് 2 വള്ളത്തിൽ കാലി ചവിട്ടുന്നത് നിങ്ങളാണ്. ഞങ്ങൾക്കതാണ് പറയാനുള്ളത്. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചല്ല, ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. മലയാളികൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന മേഖലകളിലെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തിയ ഒരു ഗവൺമെന്റും അതുപോലെ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തിയ ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമാണ് ഇവിടെ കേരളത്തിലുള്ളത്. അതിനെങ്ങനെ നിങ്ങൾക്ക് അതല്ല എന്ന് പറയുവാൻ സാധിക്കും? ഇപ്പൊ അവിടെ പോയി ബഹളമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണോ അവിടെ അവർ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടന്നു കിട്ടിയത്?
അങ്ങനെ ഈ പറഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, ഈ കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ പ്രൊപ്പഗണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ മണിപ്പൂരായിട്ടും ഓരോ വിഷയങ്ങളും ഓരോ സമയത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ വിഷയം പറഞ്ഞ് വിലപിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ വിഷയങ്ങളുണ്ടായി. ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിച്ച പ്രതിപക്ഷ നേതാവ് കൂടിയുണ്ട്. അത് പറഞ്ഞത് പിണറായി ആണെങ്കിൽ അതിനെ അനുകൂലിച്ച പ്രതിപക്ഷ നേതാവ് കൂടിയുണ്ട്. അതുപോലെ തന്നെ എത്രയോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ജോസഫ് മാഷിന്റെ കൈപറ്റിയ വിഷയങ്ങൾ, ഞാൻ കേരളത്തിലെ വിഷയങ്ങളെ കിടക്കുന്നില്ല. ഇപ്പോൾ കന്യാസ്ത്രീയുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. കന്യാസ്ത്രീയുടെ വിഷയം നമുക്കിവിടെ തൃശ്ശൂർ നമ്മുടെ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകളെ അന്ന് ഇവിടെ കുറച്ച് കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ID പ്രൂഫിൽ തിരുത്തലുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ 2022 വന്നിറങ്ങിയപ്പോൾ അതിനെതിരെ കേസ് ചാർജ് ചെയ്തു. ആ കേസ് ചാർജ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 3 വർഷത്തോളം ആ കന്യാസ്ത്രീകൾക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വന്നു. ഇപ്പൊ കുറച്ച് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ആ കേസ് തീർന്നത്. എന്തുകൊണ്ടാണ്? അന്നും ഇവര് നിരപരാധികളാണെന്നാണല്ലോ കോടതി അപ്പോൾ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ 11 മാസം അകത്ത് കിടന്നവരും നിരപരാധികളാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അന്നും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? അപ്പൊ ഇപ്പൊ കൃത്യമായ ഇടപെടൽ നടത്തി. ഇവിടെ രാജീവ് ചന്ദ്രശേഖർജി കൃത്യമായി പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുന്നു, അമിത്ഷാജിയുമായി ബന്ധപ്പെടുന്നു, അവിടുത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുന്നു. ഇവിടുന്ന് 2 ജനറൽ സെക്രട്ടറിമാരെ, അനൂപ് ആന്റണിയും ഷോൺ ജോർജിനെയും അങ്ങോട്ട് അയച്ചുകൊണ്ട് അവിടെ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഇവിടെ ശക്തമായ രീതിയിൽ ഈ വിഷയങ്ങൾ ഇവിടുത്തെ മത നേതാക്കളുമായി ഇന്ററാക്ട് ചെയ്യുന്നു, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ വിഷയത്തിന് കൃത്യമായ ഒരു സമാപനം എന്നുള്ള രീതിയിലേക്ക്, ഒരു ശുഭ പര്യാവസായി എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നപ്പോൾ പറയുകയാണ് അതിലെന്തോ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ പിന്നെയും എന്തൊക്കെയോ കാണിക്കുകയാണ്, ഇനി ഈ കേസ് സ്ക്വാഷ് ചെയ്യണം, അത് സ്ക്വാഷ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ. സ്ക്വാഷ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അടുത്ത വിഷയമല്ലേ. കോടതിയിൽ നിൽക്കുന്ന വിഷയങ്ങളിൽ കോടതിയുടേതായ രീതിയുണ്ട്. ആ രീതിയിൽ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കുടുംബത്തിന്, അതായത് ഈ സിസ്റ്റേഴ്സിന്റെ കുടുംബത്തിന് അത് ബോധ്യപ്പെട്ടു. അത് നമ്മുടെ ബഹുമാന്യരായ പിതാക്കന്മാർക്ക് അത് ബോധ്യപ്പെട്ടു. അവർ കൃത്യമായി പബ്ലിക്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കാണ് ബോധ്യപ്പെടേണ്ടത്? നിങ്ങൾക്കാണ് ബോധ്യപ്പെടാൻ. നിങ്ങൾ ഒരിക്കലും ബോധ്യപ്പെടുകയില്ല. കണ്ണട ചിരിട്ടാക്കുന്നവരെ സംബന്ധിച്ച് നേരം വെളുപ്പിക്കുവാൻ ഞങ്ങളെ കൊണ്ടാവുകയില്ല. നിങ്ങൾ കാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രൊപ്പഗാണ്ടയുമായി നിങ്ങൾ നീങ്ങുകയാണ്. കേരളത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുക. പക്ഷെ അത് ഞങ്ങൾക്ക് എന്നും കരുത്ത് പകർന്നിട്ടേ ഉള്ളൂ. നാളുകളിലും അത് അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുക.